നമസ്കാരം. കേജ്രിവാളിനെ ഭയപ്പെടുന്നത് ആരാണ്? തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേജ്രിവാളിനെ ഇല്ലാതാക്കാൻ ബി.ജെ.പി. നീക്കം നടത്തുന്നു എന്ന് തെളിയുകയാണ്. സംഘപരിവാർ കേന്ദ്രങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് കേജ്രിവാൾ നടത്തുന്ന തുറന്ന യുദ്ധം അമിത്ഷായെയും നരേന്ദ്രമോദിയെയും പേടിപ്പെടുത്തുന്നുണ്ട്. അമിത്ഷായുടെ പ്രധാനമന്ത്രി കസേര എന്ന പരസ്യമായ രഹസ്യം തുറന്നു പറയാൻ കേജ്രിവാൾ കാണിച്ച ധൈര്യം ബി.ജെ.പിയെ പേടിപ്പെടുത്തിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് തിരിച്ച് തീഹാർ ജയിലിൽ എത്താതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അരവിന്ദ് കെജ്രിവാളിനെതിരെ ബി.ജെ.പി. നടത്തുന്നു എന്ന വിവരങ്ങളാണ് ബി.ജെ.പി. പാളയത്തിൽ നിന്ന് തന്നെ ഉയരുന്നത്. പ്രധാനമന്ത്രിക്ക് വിരമിക്കൽ പ്രായമായതും മോദി ഭരണം അമിത്ഷായെ ഏൽപ്പിച്ച് മടങ്ങാനുള്ള സമയമാണിതെന്നും കേജ്രിവാൾ പറഞ്ഞതും ബി.ജെ.പി. കേന്ദ്രങ്ങളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കൊല്ലാനും ജയിലിലടയ്ക്കാനും മടിയില്ലാത്ത സംഘശക്തികൾ അരവിന്ദ് കെജ്രിവാളിനെ ഇല്ലാതാക്കാൻ നോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കേജ്രിവാളിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ യുവാവ് അറസ്റ്റിലായിരിക്കുന്നു. 33-കാരനായ അങ്കിത് ഗോയലാണ് അറസ്റ്റിലായത്. ഇയാൾ മെട്രോ സ്റ്റേഷനിൽ ഭീഷണി മുദ്രാവാക്യങ്ങൾ എഴുതുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. രജൌരി ഗാർഡൻ മെട്രോ സ്റ്റേഷനിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മെട്രോ കോച്ചിനകത്തും അങ്കിത് ഗോയൽ ഭീഷണി മുദ്രാവാക്യങ്ങൾ കേജ്രിവാളിനെതിരെ എഴുതിയിരുന്നു. കേജ്രിവാൾ തിരിച്ച് തിഹാർ ജയിലിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സംഘപരിവാർ ശക്തികളാണെന്ന് തിരിച്ചറിയും എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം പുറത്തു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പുറത്തു വരുന്നത്. ബി.ജെ.പിയുമായി ബന്ധമുള്ളവരാണ് മെട്രോ സ്റ്റേഷനിൽ ഭീഷണി മുദ്രാവാക്യം എഴുതിയത് എന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. ഇത് സംബന്ധിച്ചുള്ള പരാതി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആം ആദ്മി പാർട്ടി ആദ്യമായി പോലീസിന് നൽകിയത്. സംഭവത്തിൽ എ.എ.പി. തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങളും ചർച്ചകളും ഒക്കെയും നടത്തിയിരുന്നു. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് അങ്കിത് ഗോയൽ എന്ന ആൾ അറസ്റ്റിലായത്. ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം അടക്കം അന്വേഷിച്ചു വരികയാണെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കേജ്രിവാളിനെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ ബി.ജെ.പി. നടത്തുന്നു എന്നുള്ളത് നേരത്തെ തന്നെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രധാനമന്ത്രി മോദി അമിത്ഷായെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു എന്നും ഇതിൽ അഭിമാനിക്കുന്ന അമിത്ഷാ ജനങ്ങളെ അപമാനിക്കാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങിയെന്നും പ്രധാനമന്ത്രിയാവുന്നതിന് മുൻപേ തന്നെ അമിത്ഷാ ധിക്കാരിയായി മാറിയെന്നുമൊക്കെ കേജ്രിവാൾ പറഞ്ഞത് ബി.ജെ.പി. പാളയത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. താങ്കൾ പ്രധാനമന്ത്രിയാകില്ല, ജൂൺ 4-ന് ജനങ്ങൾ ബി.ജെ.പി. സർക്കാരിനെയല്ല തിരഞ്ഞെടുക്കുകയെന്നും 5-ാം ഘട്ട പോളിംഗ് അവസാനിച്ചതോടെ ജൂൺ 4-ന് മോദി സർക്കാർ തുടച്ചു നീക്കപ്പെടുമെന്നും ഇന്ത്യ സഖ്യ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നും കേജ്രിവാൾ തുറന്നു പറഞ്ഞത് ബി.ജെ.പിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചു. ബി.ജെ.പി. കേന്ദ്രങ്ങൾക്ക് തന്നെ നാണക്കേടായി. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് ഇത്തരത്തിൽ പൊരുതുമ്പോഴും പറയുമ്പോഴും ബി.ജെ.പിക്ക് ഭയക്കാതിരിക്കാൻ കഴിയില്ല. ബി.ജെ.പിയുടെ പതനം കൂടുതൽ വ്യക്തമാവുകയാണ്. ജൂൺ 4-ന് ഇന്ത്യ സഖ്യത്തിന് 300-ലേറെ സീറ്റ് കിട്ടുമെന്നും കേജ്രിവാൾ അവകാശപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കേജ്രിവാൾ അമിത്ഷായെയും മോദിയെയും കുറിച്ച് പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ കേജ്രിവാൾ സർവ്വശക്തിയുമെടുത്ത് പ്രചാരണത്തിന് ഇറങ്ങി എല്ലാ രീതിയിലും ബി.ജെ.പിക്ക് മുകളിൽ ആണിയടിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഒരു ഭയവും കൂടാതെ ഡൽഹി മുഖ്യമന്ത്രി ഇങ്ങനെ നെടുംതൂണായി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കങ്ങൾ ബി.ജെ.പി. അണിയറയിൽ നടത്തുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാവുകയാണ്.